ഹായ് ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ചുമരിൽ ആണി അടിക്കാനും ഡ്രില്ല് ചെയ്യാനൊന്നും എല്ലാവർക്കും ഇപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓവർ ദ ഡോർ ഹുക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ആണി തറപ്പിക്കുകയോ വേണ്ട, ഡ്രില്ല് ചെയ്യുകയോ വേണ്ട. പിന്നെ ഇത് റെൻ്റൽ ഫ്രണ്ട്ലി ആണ് എന്നും കൂടി പറയാം. കാരണം റെൻറ്റിനൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. വാളൊക്കെ ആണി തറപ്പിച്ചിട്ട് വൃത്തികേടാവൊന്നും ചെയ്യൂല. പോരാത്തതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തു മാറ്റാനും വീണ്ടും വെക്കാനും ഒക്കെ സൗകര്യപ്രദമാണ്. ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഏകദേശം എല്ലാ സൈറ്റിലും കിട്ടാനുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് 6 ഹൂക്ക് വരുന്നുണ്ട്. മെറ്റലാണ് മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഡോറിന് കൊളുത്താൻ വേണ്ടിയിട്ടുള്ള ഈ 2 കൊളുത്തും കൂടി വരുന്നുണ്ട്. വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പെയിൻറ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. മീഷോയിൽ ഇതിൻ്റെ വേറെ മോഡലും വരുന്നുണ്ട്. സെയിം മോഡൽ തന്നെ ഞാൻ 2 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ ഹൂക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഡോറിന് കൊളുത്തുന്ന ഭാഗത്തോട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടെ ഊരി വരുന്നുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ആദ്യം ഈ ഡോറിന് കൊളുത്തുന്ന ഭാഗം ഡോറിന് കൊളുത്തിയതിന് ശേഷം ഈ ഹുക്ക് അതിന് കൊളുത്തി കൊടുത്താൽ മതി. ഇത് ഡോറിന് മാത്രമല്ല, കിച്ചൺ കബോർഡിനും നമ്മളെ ബെഡ്റൂമിലെ വാർഡ്രോബിൻ്റെ ഡോറിനും ഇത് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ക്ലോത്ത് മാത്രമല്ല, സ്ലിംഗ് ബാഗുകൾ, ബെൽറ്റുകൾ, അതുപോലെ ടവൽസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഓർഗനൈസർ കൂടിയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഡോറിൻ്റെ ബാക്ക് സൈഡിലല്ല ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് കൊളുത്തി കഴിഞ്ഞാലേന്ന് ഇതിൻ്റെ ഭംഗി കാണുള്ളൂ. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം കേട്ടോ ഈ വീഡിയോയിൽ തന്നെ. ഇതും മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ഇതും കൂടി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ പാക്കിംഗ് ഒന്നും അത്ര പോരായിരുന്നു. എന്തായാലും നമുക്ക് ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വേറൊരു ടൈപ്പാണ്. ആദ്യത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്തോ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിങ്ങനെ ഒറ്റ പീസായിട്ടാണ് വരുന്നത്. അറ്റാച്ച് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞ അതേ ഉപയോഗം തന്നെയാണ് ഇതിനുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ക്വാളിറ്റി കുറച്ചും കൂടി ആവായിരുന്നു. ഇതിൻ്റെ 2ൻ്റെ റേറ്റ് 300-ൽ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.